ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു കണ്ടീഷനനുസരിച്ചായിരിക്കും ഈ ഒരു സെറ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് കോഡ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അതല്ല ഇത് ഫോൾസ് ആണെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സിക്യൂഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്, അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് വരുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫ് കീവേഡ് കൊടുക്കുന്നു, ഇതിന്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇഫിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതിനുശേഷം കേളി ബ്രേസസിനുള്ളിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് എഴുതി കൊടുക്കാം. നമുക്ക് എന്ത് കോഡാണ് ഇത്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് നമുക്ക് ഈ ഒരു കേളി ബ്രേസസിനുള്ളിൽ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അതായത് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ജസ്റ്റ് ഞാനൊരു നമ്പർ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് എ എന്ന് പറഞ്ഞിട്ട്. അതിലേക്ക് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. എയിലേക്ക് 15 ഒരു നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇഫിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അതായത് എ ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. നമുക്ക് അതൊന്ന് റിട്ടേൺ ചെയ്യാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പോസിറ്റീവ് നമ്പർ എന്ന് കൊടുക്കാം. സോറി, നമുക്ക് പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് തരണം. ഇതാണ് നമ്മുടെ ആവശ്യം. അതായത് എയുടെ വാല്യൂ 0-നേക്കാൾ വലുതാണോ എന്നാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എയുടെ വാല്യൂ ഉള്ളത് എടുക്കുന്നു, ചെക്ക് ചെയ്ത് നോക്കുന്നു. എ 0-നേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് നമ്പർന്ന് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ പോസിറ്റീവ് നമ്പർ. അതായത് നമ്മൾ എയുടെ വാല്യൂ 15 ആയിരുന്നു കൊടുത്തിരുന്നത്. സോ എയുടെ വാല്യൂ നമുക്ക് എ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിനി ഇതൊരു -15 ആക്കി. ഇനി നമുക്ക് നോക്കാം. നമുക്കൊന്നുമില്ല, കാരണം നമ്മൾ എയുടെ വാല്യൂ 0-നേക്കാൾ വലുതാണെങ്കിൽ എന്ത് കാണിക്കണം എന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ 0-നേക്കാൾ ചെറുതാണെങ്കിൽ, ഇപ്പോൾ -15 എന്ന് പറയുമ്പോൾ 0-നേക്കാൾ ചെറുതാണ്. അപ്പൊ അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഇതിന്റെ ഒപ്പം എൽസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എൽസ് ബ്ലോക്കും കൂടി നമ്മൾ കൊടുക്കുകയാണ്. സോ എൽസ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അതിന്റെ കേളി ബ്രേസസിനുള്ളിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നു. അതായത് നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നു. അതായത് എയുടെ വാല്യൂ 0-നേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് എന്നും അല്ലെങ്കിൽ നെഗറ്റീവ് എന്നും പ്രിന്റ് ചെയ്ത് വരണം. ഇതാണ് എന്റെ ആവശ്യം എന്ന് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് വേറെ കണ്ടീഷൻ ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. എയുടെ വാല്യൂ ചെറുതാണെന്നുണ്ടെങ്കിൽ, എയുടെ വാല്യൂ 0-നേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് വരണം. അത്ര മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി എയുടെ വാല്യൂ പോസിറ്റീവ് 0-നേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് നമ്പർ എന്നും കിട്ടും. ഇനി ഈ എയുടെ വാല്യൂ ഞാൻ 0 ആക്കി കൊടുക്കുന്നു. എയുടെ വാല്യൂ ഞാൻ ജസ്റ്റ് 0 ആക്കി കൊടുത്തു. അപ്പോഴും നെഗറ്റീവ് നമ്പർ എന്നാണ് കിട്ടുന്നത്. അതായത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0-നേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് എന്നും, അല്ലാതെ പിന്നെ എന്താണെങ്കിലും 0-നേക്കാൾ വലുതല്ല പിന്നെ എന്താണെങ്കിലും നെഗറ്റീവ് നമ്പർ കിട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എററാണ്, അത് തെറ്റാണ്. സോ നമുക്ക് ഇനി ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കണം. അതായത് ആ ഒരു കറക്റ്റ് ഒരു കണ്ടീഷനും കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പോവാണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിലാണ് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇഫിലെ കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇഫിന്റെ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവണം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പോസിറ്റീവ് നമ്പർ. അടുത്ത എൽസ് ഇഫ്, വീണ്ടും ഒരു കണ്ടീഷൻ ആണ്. എ ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യണം. എൽസ് ഇത് രണ്ടുമല്ല, ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എ എന്ന് പറയുന്നത്
സീറോ ആയിരിക്കണം. നെഗറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ പിന്നെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലെ. അപ്പൊ എനിക്ക് എയുടെ വാല്യൂ സീറോ ഒന്ന് പ്രിന്റ് ചെയ്ത് വരണം. ഇങ്ങനെയാണ് ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇഫിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവുന്നു. അടുത്തത് എൽസിഫ് ആണ്. എൽസിഫിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഇഫിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ട് ആവുന്നു, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇഫിലെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസിഫിലേക്ക് വരുന്നു. എൽസിഫിലേക്ക് ഫ്ലോ വരുമ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി ആ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ, അതായത് ഈ അബൌവ് 2 കണ്ടീഷൻസും ഫോൾസ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള എൽസ് പാർട്ടിൽ എന്താണോ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വരും. ഇതാണ് ഒരു എൽസ് അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതാണ് ജാവാസ്ക്രിപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് എൽസിഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, എൽസ് സ്റ്റേറ്റ്മെന്റ്, എൽസിഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയത്. അതായത് ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, അത് ട്രൂ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്തത് അതിന്റെ കൂടെ നമ്മൾ എൽസ് കൊടുത്തു. അതായത് ഇഫിലെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താണെങ്കിലും എൽസിലുള്ളത് വരണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതല്ല, ഒന്നും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അതായത് ഇഫിൽ ഒരു കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് വരുന്നു. അടുത്ത എൽസിഫിൽ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, അത് ട്രൂ ആണെങ്കിൽ അതിനൊരു ഇത് വരുന്നു. ഇനി ഈ അബൌവ് 2 കണ്ടീഷൻസും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസ് പാർട്ടിൽ നമ്മൾ കൊടുക്കുന്ന ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ എയുടെ വാല്യൂ 0 ആണ്. സോ നമുക്ക് എൽസ് ആണ് നമുക്ക് ഇവിടെ വർക്ക് ആയത്. എ ഗ്രേറ്റർ ദാൻ 0യും അല്ല, എ ലെസ് ദാൻ 0യും അല്ല. സോ എൽസ് വർക്ക് ചെയ്തു. ഇനി എയുടെ വാല്യൂ ഞാൻ 10 ആക്കി കൊടുക്കുന്നു. ഇപ്പോ എ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആക്കി കൊടുക്കുന്നു. ഇപ്പോ എ ഒരു നെഗറ്റീവ് നമ്പർ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിലെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതാണ്.